എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം: ഏതു രാജാവിൻ്റെ കാലത്താണ് യേശു ജനിച്ചത്? ഉത്തരം: ഹെരോദ രാജാവിൻ്റെ കാലത്ത്. 2-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2: യേശു ജനിച്ചത് എവിടെ? ഉത്തരം: യഹൂദിയയിലെ ബേത്ലഹേമിൽ. 2-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 3: ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്കു കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം: കിഴക്കുനിന്ന് വന്ന വിദ്വാൻമാർ. 2-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 4: വിദ്വാൻമാർ പറഞ്ഞ വാക്ക് കേട്ട് ഭ്രമിച്ചതാര്? ഉത്തരം: ഹെരോദ രാജാവും യെരുശലേമൊക്കെയും. 2-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 5: നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും. ഇത് ആരോടുള്ള പ്രവചനമാണ്? ഉത്തരം: ബേത്ലഹേമിനോടുള്ള പ്രവചനം. 2-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 6: നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചതാര്? ഉത്തരം: വിദ്വാൻമാർ. 2-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 7: വിദ്വാൻമാർ യേശുവിന് കാഴ്ചവെച്ചത് എന്തെല്ലാം? ഉത്തരം: പൊന്ന്, കുന്തുരുക്കം, മൂറ്. 2-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 8: വിദ്വാൻമാർ ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകാതെ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയത് എന്തുകൊണ്ട്? ഉത്തരം: സ്വപ്നത്തിൽ അരുളപ്പാട് ഉണ്ടായതുകൊണ്ട്. 2-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 9: ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് ഭാവിക്കുന്നതുകൊണ്ട് എവിടേക്ക് ഓടിപ്പോകുവാനാണ് കർത്താവിൻ്റെ ദൂതൻ യോസഫിനോട് പറഞ്ഞത്? ഉത്തരം: മിസ്രയീമിലേക്ക്. 2-ാം അധ്യായം 13-ാം വാക്യം. ചോദ്യം 10: കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞ പ്രകാരം യോസഫ് എന്നുവരെ മിസ്രയീമിൽ പാർത്തു? ഉത്തരം: ഹെരോദാവിൻ്റെ മരണത്തോളം. 2-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യം 11: റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവർ ഇല്ലായ്കയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു. ഇത് പ്രവചിച്ച പ്രവാചകൻ ആര്? ഉത്തരം: യിരെമ്യാവ്. 2-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 12: ഹെരോദാവിന് ശേഷം യഹൂദയിൽ വാണ രാജാവാര്? ഉത്തരം: ഹെരോദാവിൻ്റെ മകനായ അർക്കലയാസ്. 2-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 13: അർക്കലയോസ് ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ട് ഭയപ്പെട്ട് യോസഫ് ഇസ്രായേൽ ദേശത്തു നിന്ന് എവിടേക്ക് മാറിപ്പോയി? ഉത്തരം: ഗലീല പ്രദേശങ്ങളിലേക്ക്. 2-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 14: അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം യോസഫ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് എവിടെ ചെന്നു പാർത്തു? ഉത്തരം: നസ്രത്ത് എന്ന ഗ്രാമത്തിൽ. 2-ാം അധ്യായം 23-ാം വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.